ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ബോണക്കാടാണുള്ളതും ഇന്ന് ഈ വീഡിയോയിൽ ബോണക്കാടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തുള്ളവർ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട എന്നാൽ അധികം പേര് എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് ഈ ബോണക്കാട്. മൂന്നാറൊക്കെ പോകുമ്പോൾ നമുക്കിപ്പോൾ വാഗമൺ പോകുമ്പോൾ ഇതുപോലുള്ള ഈ ലയങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പക്ഷേ ഉപേക്ഷിക്കപ്പെട്ട ഒരു ടീ എസ്റ്റേറ്റ് ആണിത്. അപ്പോൾ നമ്മൾ അകത്ത് കുറേ മെഷീനറീസ് എനിക്ക് കോടിക്കണക്കിന് രൂപ വിലയുള്ള ഈ ടീ പ്രോസസ്സിങ് മെഷീനറീസ് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു മിക്കവാറുള്ളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഒരു എന്തോ ബാങ്കിൻ്റെ ഒരു ഹൈപ്പോത്തിക്കേഷൻ അത് ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു പോസ്റ്റർ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ ദൂരം കാടിനുള്ളിലൂടെയാണ് നടന്നു വരുന്നത്. അപ്പോൾ ശരിക്കും ഇത്തരം സ്ഥലങ്ങളിൽ വരുന്നവർ ശ്രദ്ധിക്കാനുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം വേണം ഇവിടെ പ്രവേശിക്കാൻ. കാര്യം ബോണക്കാട് എസ്റ്റേറ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ കാടിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ കാട്ടാന ശല്യമുണ്ട്. കാട്ടാന ഈ പറഞ്ഞതുപോലെ നമ്മുടെ വാഹനത്തെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടായി. കാര്യം സാധാരണ രീതിയിൽ കാട്ടിൻ്റെ നടുവിലുള്ള റോഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് വാഹനങ്ങൾ തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ശരിക്കും കാട്ടിനുള്ളിൽ ഇറങ്ങാതിരിക്കുക, അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ആ ഒരു നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് മാത്രമാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വരേണ്ടത്. കാര്യം ഏറ്റവും സേഫ് എനിക്ക് KSRTC വരിക. കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് ആ ബസ് തിരിച്ചു പോകുമ്പോൾ തിരിച്ചു പോകാൻ പറ്റും. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള. അവരാണ് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. എനിക്കൊന്ന് 2-3 സർവീസ്, ആ സർവീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എടുക്കാം. നെടുമങ്ങാട് നിന്നുണ്ട്, വിതിരയുന്നുണ്ട്, 2 സർവീസ്. ഞാൻ നെടുമങ്ങാട് എന്ന സർവീസാണ് കണ്ടത്. അപ്പോൾ കിരണിന്റെ വ്ലോഗിംഗ് നടക്കട്ടെ, ഞാൻ കുറച്ച് പടങ്ങൾ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു KSRTC ബസ് കാണുന്നുണ്ട്. എനിക്കൊന്ന് സിറ്റിയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഈ ഒരു KSRTC ബസ്സിനെയാണ് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഫോറസ്റ്റിൻ്റെ പെർമിഷൻ കിട്ടാറില്ല പലപ്പോഴും മുകളിലേക്ക് കയറി വരാൻ വേണ്ടി ബൈക്കുകളോ അല്ലെങ്കിൽ കാറുകളോ ഒന്നും അനുവദിക്കുന്നില്ല. അപ്പോൾ കൂടുതൽ കുറേയധികം ട്രാവലേഴ്സ് ഈ ബസ്സിനകത്ത് രാവിലെ വരും. അതിനുശേഷം അവർ ഇവിടെ എല്ലാം ചുറ്റി കണ്ടതിന് ശേഷം ഈ ഒരു സമയത്ത് ആണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് വരാം. ഈ ബസ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബൈക്കുകൾ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അപ്പം ബസ് മാത്രമേ ഉള്ളൂ ഒരു ഇത്. ഈ ബസ്സിന്റെ ടൈമിങ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടോ? ടൈമിംഗ് വെച്ചാൽ രാവിലെ 5:30-ക്കും ഉച്ചയ്ക്ക് 2 മണിക്ക് വേണം സ്റ്റാർട്ട് ചെയ്യും. വൈകിട്ട് 5 മണിക്കുണ്ട്. അത് ഞായറാഴ്ച ദിവസം ഇല്ല. നിങ്ങൾ നെടുമങ്ങാട് വന്നാണോ വിതിര വന്നാണോ ജോയിൻ ചെയ്തത്? നമ്മൾ പേരുക്കട നഗര. സിറ്റിയാണ്. ട്രിവാൻഡ്രത്ത് പറഞ്ഞ ബസ്സാണ്. തമ്പാനൂർ ഒരു 5 മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യും. തമ്പാനൂർ ഇവിടെ ഒരു 5:20 ആകുമ്പോൾ പേരുക്കട എത്തും. നമ്മളിവിടെ ഫുൾ കറങ്ങി അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ, ബംഗ്ലാവ് ഉണ്ടല്ലോ, ബംഗ്ലാവിൽ പോയി പിന്നെ കാടൊക്കെ കുറേ നമ്മൾ കണ്ട് അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ സ്ഥലമാണ്.